ദ ഹെവി റെയിൻ. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? നല്ല ശക്തമായ മഴ, നല്ല പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദാ കാക്കയുടെ കൂടെല്ലാം താഴ്ത്തു പോകുന്നു, ആ ചിക്സ് എല്ലാം എന്താ താഴത്തേക്ക് വീഴുന്നു. റോക്കി അത് നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഇതാ ഒടിഞ്ഞു വീഴുന്നു. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ദ ഹെവി റെയിൻ, ശക്തമായ മഴ, പെരുമഴയ്ക്കൊക്കെയാണ് ഹെവി റെയിൻ എന്ന് പറയാം. സഡൻലി the blue sky grew dark. The wind howled. A heavy thunder shook the ground. It started to rain. Cra cra, the crow caved aloud. She saw her nest swaying in the wind. Soon the branch broke and the nest fell down. നമുക്ക് എൻ്റെ മീനിങ് ഒന്ന് നോക്കാം. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, ആ നീലാകാശമൊക്കെ ഇരുണ്ട് കറുത്ത് തുടങ്ങി. എപ്പോഴാണ് അങ്ങനെ വരിക? മഴ പെയ്യാൻ നേരത്താണ് ഈ ആകാശമൊക്കെ കറുത്ത് വരിക. ദ വിൻഡ് ഹൗൾഡ്, വിൻഡ്, ആ കാറ്റെല്ലാം നല്ല ഭീകരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് വന്നത്. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്, ഒരു ശക്തമായ ഇടി ആ ഭൂമിയെ തന്നെ കുലുക്കി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, ദാ മഴ പെയ്തു തുടങ്ങി. ക്രാ ക്രാ, ദ ക്രോ കേവ്ഡ് എലൗഡ്, ക്രാ ക്രാ എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക ഉച്ചത്തിൽ അലറി തുടങ്ങി. ഷീ സോ ഹെർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്, അവൾ നോക്കുമ്പോൾ അവളുടെ കൂട് കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുന്നുണ്ടായിരുന്നു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, പെട്ടെന്നിതാ ആ കൊമ്പൊക്കെ ഒടിഞ്ഞു വീണ് ആ നെസ്റ്റ് താഴത്തേക്ക് വീഴുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്, ആ ചിക്സിന് എന്തെങ്കിലും സംഭവിക്കുമോ? ചിക്സിന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞ എല്ലാവരും? എന്താ സംഭവിക്കുക? ദ ചിക്സ് വിൽ ഫാൾ ഡൗൺ, ചിക്സ് എല്ലാം എന്തായാലും വീഴും. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണത്. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ സ്ഥലം, ഈ പിക്ചർ എല്ലാവരും നോക്കുക, എന്നിട്ട് ഇതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ നോട്ട്ബുക്കിൽ എഴുതുക. ഒരു പിക്ചർ തരുമ്പോൾ അതെല്ലാവരും നന്നായിട്ട് നോക്കണം. ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ഒരു പുഴയുടെ തീരമാണിത്. ഇവിടെ ഇരുന്നതാ ഒരാൾ ചൂണ്ടയിടുന്നു, ഒരാളിതാ തോണി തുഴഞ്ഞു പോകുന്നു. പശു എന്താ ചെയ്യുന്നത്? പശു വെള്ളം കുടിക്കുന്നുണ്ട്. പട്ടിക്കുട്ടിയാണെങ്കിൽ അത് കൂടി ഇത് കൂടി ഓടി നടക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ ഇതാ ഒരു പാരറ്റ് കൂട് കൂട്ടിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് കാണുന്നത്? നല്ലൊരു പിക്ചറല്ലേ? കുറേ പ്ലാന്റ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്. എല്ലാവരും നോക്കിയേ, പറഞ്ഞേ. ഇതിനെക്കുറിച്ച് നിങ്ങളൊരു ഡിസ്ക്രിപ്ഷനാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതാം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ റിവർ ബാങ്ക്. There are many trees and plants. There are beautiful flowers on the plants. Butterflies are sucking nectar from the flowers. A man is rowing a boat in the river. Another man is fishing in the river. A cow is drinking water from the river. There is a nest on the tree. A dog is running there. നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ റിവർ ബാങ്ക്. ഇത് ഒരു നദീതീരത്തിൻ്റെ, ഒരു പുഴയുടെ തീരത്തിൻ്റെ മനോഹരമായ ഒരു പിക്ചറാണ്. ദർ ആർ മെനി ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, അവിടെ കുറേ അധികം ട്രീസും ഉണ്ട്, പ്ലാന്റ്സും ഉണ്ട്. ദർ ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിൻ്റെ എല്ലാം മുകളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മനോഹരമായ പൂക്കളുമുണ്ട്. ബട്ടർഫ്ലൈസ് ആർ സക്കിങ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ് എല്ലാം ആ പൂക്കളിൽ നിന്ന് തേന് വലിച്ചു കുടിക്കുന്നു. എ മാൻ ഈസ് റോയിങ് എ ബോട്ട് ഇൻ ദ റിവർ, അവിടെ ഇതാ ഒരാൾ ഒരു തോണി തുഴഞ്ഞു പോകുന്നു. റോയിങ്, തുഴയുക.
അനദർ മാൻ ഈസ് ഫിഷിംഗ് ഇൻ ദ റിവർ. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നു. ഫിഷിംഗ്, മീൻ പിടിക്കുക. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ. ഇതാ ഒരു പശു വെള്ളം കുടിക്കുന്നു. എവിടുന്നാണ് കുടിക്കുന്നത്? ഫ്രം ദ റിവർ. ദർ ഈസ് എ നെസ്റ്റ് ഓൺ ദ ട്രീ. ആ മരത്തിൻ്റെ മുകളിൽ ഒരു കൂടുമുണ്ട്. എ ഡോഗ് ഈസ് റണ്ണിങ് ദർ. ഇതാ അത് കൂടെ ഒരു പട്ടിക്കുട്ടി ഓടി നടക്കുന്നു. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് തന്നെ തെറ്റുകളൊന്നും വരുത്താണ്ട് അത് എഴുതി തീർക്കാൻ ശ്രമിക്കുക.